കഷ്ടിച്ച് 3 ആഴ്ച മുഹമ്മദ് യൂനസിൻ്റെ സർക്കാർ ബംഗ്ലാദേശിൽ വീഴും. വെറുതെ ഒരു തോന്നലല്ല ഞാൻ പറയുന്നത്. കാരണം 3 ആഴ്ചയാണ് ജനുവരി 20 ഇനിയുള്ളത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുകയാണ്. മ്യാൻമറിൽ നിന്ന് അരക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ 270 കിലോമീറ്ററിൻ്റെ നിയന്ത്രണം ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അവർ മ്യാൻമർ പിടിക്കാൻ നോക്കുന്നു. അവിടെ സെൻറ്റ് മാർട്ടിൻ ദ്വീപിലേക്ക് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിൻ്റെ ഒരു എൻട്രി ഇപ്പോൾ തടസ്സപ്പെട്ട നിലയിലാണ്. സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയ്ക്ക് വേണം. ബൈഡന് വേണം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണമെന്നാണ്. ട്രംപിനും വേണം. ട്രംപ് ആണെങ്കിൽ ഇസ്രായേലിനെ പോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഗ്രീൻലാൻഡ് വേണം, പനാമ വേണം, കാനഡ 51ാമത്തെ സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ മുഹമ്മദ് യൂനിസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ട്രംപിന് ഒരു കാര്യമില്ല. മുഹമ്മദ് യൂനിസ് വീഴണം. ഇന്ത്യക്ക് ഫേവറബിളായിട്ടുള്ള ഒരു സർക്കാർ അവിടെ വന്നാൽ ട്രംപിനും ഇഷ്ടമാണ്. കാരണം ട്രംപിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ദീപാവലിയെക്കുറിച്ച് പറഞ്ഞു, ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജനുവരി 20 ശേഷം അരക്കൻ ആർമിയുടെ ഇടപെടൽ, അമേരിക്കയുടെ ഇടപെടൽ, ഇന്ത്യയുടെ ഈ വലിയ ഘനീഭവിച്ച മൗനം ഭേദിക്കൽ, ഇതെല്ലാം കൂടെ സംഭവിച്ച് മുഹമ്മദ് യൂനസ് ഢാക്ക വിട്ട് ഓടേണ്ടി വരുമോ? മുഹമ്മദ് യൂനസിന് ഇനി അധികകാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങേർക്ക് ഈ പ്രായത്തിൽ സുഖമാണ്, ഇരിക്കണം എന്നുണ്ട്. 2026 ഞാൻ തെരഞ്ഞെടുപ്പ് 2 വർഷം കൂടെ ഇരിക്കണം. 2026 ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതിനു മുമ്പ് എനിക്ക് പല ഭരണഘടനാ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കാണ്ടെന്നാണ് അങ്ങോര് പറയുന്നത്. അതൊക്കെ പിച്ചും പേയും പറയലായിട്ട് നിൽക്കുള്ളൂ. ഈ പാനമേൽ തന്നെ ഈ ട്രംപ് ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കരാറുകൾ ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള ചൈനീസ് കമ്പനികൾക്കാണ് പോയിരിക്കുന്നത്. ചൈനയാണ് അവിടെ കയറി പണിതുകൊണ്ടിരിക്കുന്നത്. മ്യാൻമറിലാണെങ്കിൽ പട്ടാളവുമായിട്ട് ചേർന്നിട്ട് ചൈന ഒരുപാട് വികസന പദ്ധതികൾ മ്യാൻമറിൽ നടപ്പാക്കുന്നുണ്ട്. അതിന് എതിരായിട്ടാണ് സത്യത്തിൽ ഈ അരക്കൻ മുന്നേറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. പട്ടാളവുമായിട്ട് ചേർന്നാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ നമ്മൾ ഈ അരക്കൻ മുന്നേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർ താഴെ വന്ന് കമൻ്റ് ഇടാറുണ്ടായിരുന്നു. നിങ്ങളങ്ങനൊന്നും പറയരുത്, ഇത് ചൈന ആണ് ഇതിൻ്റെ പിന്നിലുണ്ടാവും എന്നൊക്കെ ആശങ്ക പങ്കുവച്ച പ്രേക്ഷകരുണ്ടായിരുന്നു. അങ്ങനെയല്ല, ചൈനയ്ക്കാണ് ഒരു ദോഷം, അല്ലേ? ചൈനയ്ക്കും ദോഷം. അത് വേറൊരു വിഷയം പിന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. അത് ചോദിച്ചുകൊണ്ട് പറയാണ്, ചൈന ഇപ്പോൾ ആ പട്ടാള ഭരണകൂടവുമായിട്ട് ചേർന്നിട്ട് ഈ മറ്റേ റഷ്യയിലുമൊക്കെ കൂലിപ്പട്ടാളം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ സ്വകാര്യ പട്ടാളത്തെ മ്യാൻമറിലേക്ക് അയക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അരക്കനെതിരെ. അരക്കൻ ചൈനയുടെ പ്രോക്സി അല്ല. അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ധാരാളം താല്പര്യങ്ങൾ ചൈനയ്ക്കുണ്ട്. അരക്കൻ ആർമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ താല്പര്യങ്ങളൊക്കെ, അവരുടെ തുറമുഖമൊക്കെ ഉണ്ട് അവിടെ, അത് ഒക്കെ സംരക്ഷിക്കപ്പെടില്ല. അത് സംരക്ഷിക്കാനായിട്ട് സ്വകാര്യ പട്ടാളത്തിനെ ഈ പട്ടാള ഭരണകൂടവുമായിട്ട് ആലോചിച്ച് അയക്കാനുള്ള ചർച്ചകളിലാണ് ചൈന എന്ന് പറഞ്ഞത്. ചൈനയ്ക്കും പേടിയാണ്. അപ്പോൾ ഇപ്പോൾ രമി നിരഞ്ജൻ ദേശായി എന്ന് പറഞ്ഞിട്ടൊരു ആന്ത്രപ്പോളജിസ്റ്റ്, ശാസ്ത്രജ്ഞ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫെല്ലോ ഇൻ ഇന്ത്യ ഫൗണ്ടേഷൻ, ഡൽഹി. ഇത് ഗോത്ര സമരമൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു നരവംശ ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് വിലയിരുത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വളരെ ലളിതമായ അവർ കാര്യങ്ങൾ കാണാൻ നോക്കിയിട്ടുണ്ട്. ആ ലേഖനത്തിനുള്ളത് ഇപ്പോൾ 50,000 അരക്കൻ പോരാളികൾ പട്ടാളം റക്കീൻ പ്രവിശ്യയിൽ എത്തിയിട്ടുണ്ട്. റക്കീൻ ഇപ്പോൾ സ്വതന്ത്രമാവുകയാണ്. ഇപ്പോൾ പട്ടാളത്തിൻ്റെ കേന്ദ്രമൊക്കെ ഉള്ള റക്കീൻ സ്വതന്ത്രമാവുന്നു. അതിനോട് ചേർന്നാണല്ലോ ബംഗ്ലാദേശ് അതിർത്തി. 6,000 ഈ അരക്കൻ പട്ടാളക്കാർ വടക്കൻ ഷാൻ പ്രവിശ്യയിലും ഉണ്ട്. 3 ബ്രദർഹുഡ് അലയൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോരാട്ടങ്ങളൊക്കെ തുടങ്ങിയത്. 3 കലാപ സംഘടനകൾ. മ്യാൻമാർ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആർമി MNDAA, അത് കൊക്കാങ് പ്രവിശ്യയിൽ നിന്നുള്ളത് ഷാനിലെ. 2 താങ് നാഷണൽ ലിബറേഷൻ ആർമി, അത് ഷാൻ പ്രവിശ്യയിൽ നിന്നുള്ള. ഓരോ പ്രവിശ്യയിൽ കലാപകാരികൾ വേറെ. 3 റക്കീൻ സ്റ്റേറ്റിലെ അരക്കൻ ആർമി. അരക്കൻ ആർമിക്ക് AA AA അതെ പറയുന്നത്. ഇങ്ങനെ
ഈ 3 ബ്രദർഹുഡ് അലയൻസ് എന്ന് പറഞ്ഞിട്ട് 3 പേര് ചേർന്ന് തുടങ്ങിയതിൻ്റെ അകത്ത് ഇപ്പോൾ അരക്കൻ ആർമി മറ്റ് 2നെയും വെട്ടിച്ച് മുന്നേറിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ 1027 എന്ന് പറഞ്ഞൊരു നമ്പറായിരുന്നു ആദ്യത്തെ ഓപ്പറേഷൻ്റെ പേര്. അത് 1-2 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തേൽ ചൈന കൂടെ ഉണ്ടായിരുന്നു, ആദ്യത്തെ ഓപ്പറേഷൻ്റെ കൂടെ. ഇപ്പം നടക്കുന്ന 2ാമത്തെ ഓപ്പറേഷനിൽ ചൈന ഇല്ല. ചൈനയുടെ താല്പര്യങ്ങൾ മാറി. ഇതിൻ്റെ കൂടെ നടന്നിട്ട് ഗുണമില്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായി. ഈ കഴിഞ്ഞ ജൂൺ മുതൽ ചൈന ഇതിലില്ല. പിന്നെ ഈ ഔദ്യോഗിക പട്ടാളം അതിൻ്റെ കൂടെ അരക്കൻ ആർമിയൊന്നും ചേരുന്നുമില്ല. ഔദ്യോഗിക പട്ടാളത്തിൻ്റെ കൂടെയാണ് ചൈന ചേർന്നിരിക്കുന്നത്. ഔദ്യോഗിക പട്ടാളത്തിന് താത്ത മദാവ് എന്നാണ് പറയുന്നത്. അവിടെ ചൈനയ്ക്ക് നിക്ഷേപമുള്ളത് ഓയിൽ, ഗ്യാസ് പൈപ്പ് ലൈനുകൾ, BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, പിന്നെ കുൻമിങ് ബേ ഓഫ് ബംഗാൾ റെയിൽ പാത, ഇത്തരം താല്പര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കി വരികയാണ് ചൈന. ഈയിടെ ചൈന ഡെങ് സിജുൻ എന്ന് പറഞ്ഞൊരു പ്രതിനിധിയെ മ്യാൻമാറിലേക്ക് അയച്ചിരുന്നു. TNLA, MNDAA, യുണൈറ്റഡ് വാർ സ്റ്റേറ്റ് ആർമി, കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി KIA, ഇവരെല്ലാം അരക്കൻ ആർമിയുടെ സഖ്യകക്ഷികളായിരുന്നു. ഇപ്പം അല്ല. അപ്പോൾ ഇവരെല്ലാം ഓരോ പ്രവിശ്യകളിലുണ്ടായിരുന്നു. ഈ ഇത്രയും സംഘടനകളുമായിട്ടും ചർച്ച നടത്താനായിട്ട് ചൈന പ്രതിനിധി ഇപ്പോൾ വന്നു. ചൈന പ്രതിനിധി ഈ ചർച്ചയ്ക്ക് വന്ന് ഈ സംഘടനയിൽ അരക്കൻ ആർമി ഇല്ല. അപ്പോൾ അരക്കനെ അവർ ഒഴിവാക്കി ചൈനയുടെ ശത്രുവായി ബാക്കി സംഘടനകളുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുമായിട്ട് അരക്കന് ബന്ധമുണ്ടെന്ന് ചൈന സംശയിക്കുന്നുണ്ട്. അപ്പം കാരണം ബംഗ്ലാദേശ് അതിർത്തിയിലാണല്ലോ. അപ്പോൾ KIA, അതായത് ഈ കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി, അത് കച്ചിനിലെ കാൻപി കെറ്റി എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചപ്പോഴാണ് ചൈന ഈ പ്രതിനിധിയെ അയച്ചത്. ചൈനയുടെ മ്യാൻമാറിൻ്റെ അതിർത്തിയിൽ റയർ എർത്ത് ഉണ്ട്. അതിന് മലയാളത്തിൽ പറയുന്നത് ഈ തോറിയം ധാതുമണൽ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്, ഖനികളുണ്ട് അതിർത്തിയിൽ. അപ്പോൾ ചൈനയ്ക്ക് അതും കണ്ണുണ്ട്. കച്ചിൻ, ഷാൻ, റക്കീൻ, ചിൻ പ്രവിശ്യകൾക്ക് പട്ടാള ഭരണകൂടം ഇന്ധനം കൊടുക്കുന്നത് നിർത്തി. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഇവരുടെ ലേഖനത്തിൽ പറയാണ് ചിൻ പ്രവിശ്യക്ക് ഇന്ത്യ ഇന്ധനം കൊടുക്കാൻ തുടങ്ങി. പട്ടാളം റിഫ്യൂസ് ചെയ്തത് ഇന്ത്യ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ചിൻ ആർമിയുമായിട്ടും ഇന്ത്യ എന്തോ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ചിൻ പ്രവിശ്യക്ക് നമ്മൾ ഇന്ധനം കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കുന്നുണ്ട്. സഗൈങ്ങിലെ 26 ടൗൺഷിപ്പുകൾക്കും ഇന്ധനം നിർത്തി പട്ടാളം. അതുങ്ങളെ പുകച്ച് പുറത്തിയടിക്കാനുള്ള ശ്രമമാണ്, കൂടെ ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ പട്ടണത്തിലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് അരക്കൻ മുന്നേറ്റം തുടങ്ങിയത്. ഈ ഇന്ധനം നിർത്തിയപ്പോൾ പട്ടാള ഭരണകൂടം ഷാനിൽ വിജയിച്ച ശേഷം രക്കീനിൽ പട്ടാളത്തിനെതിരെ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. 13 ടൗൺഷിപ്പ് 2023 നവംബർ മുതൽ പിടിച്ചു. ചിന്നിലെ പലേത്വ പിടിച്ചു. ഇപ്പോൾ ആൻ എന്ന് പറഞ്ഞ പട്ടണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് റക്കീൻ. പട്ടാളത്തിൻ്റെ പശ്ചിമ കമാൻഡ് അരക്കൻ ആർമി പിടിച്ചു. ബോർഡർ ഗാർഡ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പിടിച്ചു. ആൻ പന്താൻ ഹൈവേ പിടിച്ചു. താഹേൻ തുങ് ഓപ്പറേഷണൽ കമാൻഡ് ബേസ് പട്ടാളത്തിൻ്റെ അതും പിടിച്ചു. സിറ്റ്വേ, പക്ഷേ സിറ്റ്വേ മാത്രം പട്ടാളത്തിൻ്റെ കയ്യിലാണ്. അവിടെയാണ് ഇന്ത്യൻ തുറമുഖം ഉള്ളത്. കലാദാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ് നമ്മുടെ നടക്കുന്നത് അവിടെയാണ്. സിറ്റ്വേ തുറമുഖം 2023 ഇന്ത്യ തുറന്നിരുന്നു, കഴിഞ്ഞ കൊല്ലം തുറന്നിരുന്നു. ചിൻ, ഷാൻ പ്രവിശ്യകൾ സ്വതന്ത്രമാകും ആദ്യം എന്നാണ് കരുതിയിരുന്നത് അവിടുത്തെ കലാപകാരികൾ, നിരീക്ഷകർ അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ അരക്കൻ പട്ടാളം ഇപ്പോൾ തെക്നാഫ് പുഴ വരെ വന്നിരിക്കുന്നു. അതാണ് ബംഗ്ലാദേശിനെ മ്യാൻമറുമായിട്ട് വിഭജിക്കുന്ന പുഴ. ആ പുഴ കടന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ സിറ്റ്വേ പിടിക്കാനുണ്ട്. രക്കീൻ സ്വതന്ത്രമാകും
താമസിയാതെ. ചിൻ പ്രദേശങ്ങളിലേക്ക് അത് കഴിഞ്ഞ് പോകും. രോഹിംഗ്യകളുള്ള ബംഗ്ലാദേശിലും അരക്കൻ ആർമിക്ക് താല്പര്യമുണ്ട്, ബംഗ്ലാദേശ് പിടിക്കാൻ താല്പര്യമുണ്ട്. 2023 ഫിൻലൻഡിലെ ക്രൈസിസ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ സംഘടന, ഫിൻലൻഡിലെ, അത് കുഴപ്പം പിടിച്ച സംഘടനയാണ്, സോറോസ് താല്പര്യമുള്ളൊരു സംഘടനയാണത്. അവര് ആദ്യ ചിൻലാൻഡ് സമ്മേളനം വിളിച്ചിരുന്നു. ചിൻലാൻഡ് എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സ്ഥലം രാജ്യം ഉണ്ടാക്കി. അരക്കനും ചിൻ ആർമിക്കും ഇന്ത്യ സഹായം കൊടുക്കുന്നുണ്ട്. ഈ ക്യാമ്പ് വിക്ടോറിയ മിസോറാമിന്റെ അതിർത്തിയിലായിരുന്നു ഈ ഫിൻലാൻഡിന്റെ സംഘടന സമ്മേളനം വിളിച്ചത്. ഈ മറ്റേ പൂട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ചിൻലാൻഡ് സ്വതന്ത്രമാക്കി എടുക്കാനായിട്ട്. അത് പക്ഷെ ആ മണിപ്പൂരും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ചിറ്റഗോങ്ങും ഒക്കെ ആയിട്ട് ആ സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണത്. അപ്പോൾ അരക്കൻ രോഹിംഗ്യ സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ അൻസറുള്ള ബംഗ്ലാദേശിന്റെ സംഘടനയുണ്ടല്ലോ, അവരുമായിട്ടും ഈ അരക്കൻ ആർമിക്ക് പോരാട്ടം വേണ്ടി വരും. അപ്പോൾ ഏതായാലും നമ്മുടെ മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിൽ വലിയ രാസമാറ്റങ്ങൾ ജിയോളജിക്കലി നടക്കാൻ പോവാണ്, പൊളിറ്റിക്കലി നടക്കാൻ പോവാണ്. അതിലേറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിനാണ്. യൂനിസ് ജനുവരി 20 ശേഷം ഏത് നിമിഷവും യൂനിസിൻ്റെ കഥ കഴിയും. അതെ, അതായത് ഈ പാനമയിലുള്ള താല്പര്യം ട്രംപിന് വരുന്നത് ചൈനയെ പൂട്ടിക്കാനാണ്. അതെ, മ്യാൻമാറിലും ചൈനയെ പൂട്ടിക്കും. കാരണം ഇന്ത്യയാണ് ഈ ഭാഗത്ത് അമേരിക്കയുടെ സഖ്യകക്ഷി. അതെ, ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരക്കൻ ആർമി, മറ്റേ ചിൻ പ്രവിശ്യ, ഇതിലൊക്കെ നമുക്കും താല്പര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും കാത്തിരിക്കാം, നമുക്ക് എന്താ സംഭവിക്കാമെന്ന്. കാത്തിരിക്കാം എന്ന് പറഞ്ഞല്ല അവസാനിപ്പിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചെങ്കിലും ചിലതിന് കാത്തിരുന്നേ പറ്റൂ. അതെ, പക്ഷെ അധികം കാത്തിരിക്കേണ്ടി വരില്ല. അതില്ല, അധികം സമയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.